മക്കളെ അങ്ങനെ നമ്മുടെ പബ്ലിക് എക്സാമിങ് അടുത്തെത്തി അല്ലേ. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൊമേഴ്സ് മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് മുൻ വർഷങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് 2 ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, ടൈപ്സ് ഓഫ് റിലേഷൻസ് ആൻഡ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ്. അതുകൂടാണ്ട് ഇൻവേർട്ടബിൾ ഫംഗ്ഷൻസ്, കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് എന്നൊക്കെ പറയുന്ന ചെറിയ ടോപ്പിക്സും നമുക്ക് പഠിക്കാനുണ്ട്. സോ നമുക്ക് ഓരോ ടോപ്പിക്കിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കവർ ചെയ്ത് പോവാം. റെഡി അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Let R be the relation on the set n of natural numbers given by R is equal to AB such that A minus B greater than 2 and B greater than 3. സോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ചൂസ് ദി കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞ് റിലേഷൻ ആറിലുള്ള എലമെന്റ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിലേഷൻ ആറിന്റെ പ്രത്യേകത എന്താണ്? 2 കണ്ടീഷൻസ് ഉണ്ട്. A മൈനസ് ബി ഗ്രേറ്റർ ദാൻ 2 ആണ്, ബി ഗ്രേറ്റർ ദാൻ 3 ആണ്. സോ ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എലമെന്റേ നമ്മുടെ റിലേഷനിൽ ഉണ്ടാവുള്ളൂ. നമുക്ക് തന്ന 4 ഓപ്ഷൻസിൽ നിന്ന് നമ്മളത് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യണം. ആദ്യത്തെ എലമെന്റ് നോക്കിക്കോളൂ, 4 1 ബിലോങ് ടു ആർ. ഇത് കറക്റ്റ് ആയിരിക്കും. എടാ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എ ബി എന്ന് പറയുന്ന ഒരാൾ ആർ എന്ന് പറയുന്ന റിലേഷനിൽ ഉണ്ടാവണമെങ്കിൽ ബി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 3. പക്ഷെ ഇവിടുത്തെ സെക്കൻഡ് എലമെന്റ് എന്താ? 1 ആണ്. 1 ഇസ് നോട്ട് ഗ്രേറ്റർ ദാൻ 3. therefore നമുക്ക് ഒറ്റയടിക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ 4 1 എന്ന് പറയുന്ന എലമെന്റ് റിലേഷനിൽ ഇല്ല എന്ന് പറയാൻ പറ്റും. അടുത്തത് 5 8 ആണ്. നമ്മൾ വീണ്ടും നോക്കുമ്പോൾ സെക്കൻഡ് എലമെന്റ് 8 ആണ്. 8 ഇസ് ഗ്രേറ്റർ ദാൻ 3. അപ്പോൾ ആ ഒരു കണ്ടീഷൻ കറക്റ്റ് ആണ്. പക്ഷെ 2 കണ്ടീഷനും കറക്റ്റ് ആയാലും റിലേഷനിലുള്ള എലമെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ 2 ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇവിടുത്തെ എ മൈനസ് ബി എന്താ? 5 മൈനസ് 8 ആണ്, വിച്ച് ഇസ് -3. -3 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2 ആണോ? അല്ല, 2-നേക്കാളും കുറവാണ് അല്ലേ. therefore ഈ ഒരു എലമെന്റ് നമ്മുടെ റിലേഷനിലില്ല. അടുത്തത് 8 7 ആണ്. അഗെയിൻ 7 ഇസ് ഗ്രേറ്റർ ദാൻ 3. പക്ഷേ 8 മൈനസ് 7 എന്ന് പറയുന്ന ഡിഫറൻസ് എടുക്കുമ്പോൾ ഇറ്റ് ഇസ് 1, നോട്ട് ഗ്രേറ്റർ ദാൻ 2 ആണ്. therefore 8 7 നമ്മുടെ റിലേഷനിലില്ല. ഫൈനലി 10 6 കൺസിഡർ ചെയ്യുമ്പോൾ 6 ഇസ് ഗ്രേറ്റർ ദാൻ 3 ആൻഡ് 10 മൈനസ് 6 4 ആണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 2. 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്ഥിതിക്ക് നമ്മുടെ റിലേഷനിലുള്ള എലമെന്റ് ആരാടാ? ഇറ്റ് ഇസ് 10 6. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഒരു റിലേഷൻ തന്ന് അതിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന എലമെന്റിനെ ഫൈൻഡ് ചെയ്യാൻ പറയുമ്പോൾ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെന്റ് നിങ്ങൾ പിക്ക് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ലെറ്റ് എ ഈക്വൽ ടു 1 2 3 ആൻഡ് ആർ ഇസ് ഈക്വൽ ടു 1 1 1 2 2 2 3 3. നിങ്ങൾക്ക് ഒരു റിലേഷൻ തന്നിട്ടുണ്ട്, റോസ്റ്റർ ഫോമിൽ തന്നിട്ടുണ്ട്. ആൻഡ് ചോദിച്ചിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ്. റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് ആണ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇത് റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യും. 1 2 3 എന്ന് പറയുന്ന റിലേഷൻ 1 2 3 എന്ന് പറയുന്ന സെറ്റിലാണ് നമ്മുടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ നമുക്കറിയാം 1 1 വേണം, 2 2 വേണം, 3 3 വേണം. ഇവിടെ 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. സോ ഫസ്റ്റ് കേസ് ഓക്കെ ആണ്, റിഫ്ലെക്സീവ് ആണ്. അടുത്തത് സിമെട്രി ആണ്. സിമെട്രിയുടെ കേസ് നോക്കുമ്പോൾ 1 2 എന്ന് പറയുന്ന എലമെന്റ് ഇവിടെ ഉണ്ട്, പക്ഷെ തിരിച്ച് ആരില്ല? 2 1 ഇല്ല അല്ലേ. 1 2 എന്ന് പറയുന്ന എലമെന്റ് നമ്മുടെ റിലേഷനിലുണ്ട്, ബട്ട് 2 1 ഡസ് നോട്ട് ബിലോങ് ടു ആർ. therefore ഈ റിലേഷൻ എന്തല്ല? ദിസ് ഇസ് നോട്ട് സിമെട്രിക് എന്ന് നമുക്ക് പറയാൻ പറ്റും. വാട്ട് അബൌട്ട് ട്രാൻസിറ്റിവിറ്റി? ഇവിടെ നമ്മൾ ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആദ്യം 1 1 എന്ന് പറയുന്ന എലമെന്റ് ചൂസ് ചെയ്യാണ്. സെക്കൻഡ് എലമെന്റ് 1 ആണ്. 1 സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത റിലേഷൻ 1 2 ആണ് അല്ലേ. സോ 1 1 1 2 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. ഇവരെ തമ്മിൽ കമ്പൈൻ ചെയ്യിപ്പിക്കുന്ന 1 2 എന്ന് പറയുന്ന എലമെന്റും എവിടെയുണ്ട്? നമ്മുടെ റിലേഷനിലുണ്ട്. കാരണം ഇത് 1 2 ആണ് അല്ലേ. സോ എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ സി വേണമെന്നല്ലേ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 1 1 ഉണ്ട്, 1 തുടങ്ങുന്ന 1 2 ഉണ്ട്, 1 2 എന്ന് പറയുന്ന എലമെന്റ് ഓൾറെഡി ഉണ്ട്. ഇനി 1 2 എന്ന് പറയുന്ന എലമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1 2 എന്ന് പറയുന്ന എലമെന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ 2 സ്റ്റാർട്ട് ചെയ്യുന്നത് വേറെ ആരാണുള്ളത്? 2 2 ആണ് അല്ലേ. സോ അഗെയിൻ 1 2 2 2 ആൻഡ് 1 2 1 2 എന്ന് പറയുന്ന എലമെന്റ് അവിടെ ഓൾറെഡി ഉണ്ട്. സോ അവിടെയും ട്രാൻസിറ്റിവിറ്റിക്ക് ഒരു പ്രശ്നം വരുന്നില്ല. അടുത്തത് പിന്നെ 2 2 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2 സ്റ്റാർട്ട് ചെയ്യുന്ന ആരുമില്ല. 3 3 കൺസിഡർ ചെയ്യുമ്പോൾ 3 സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ ആരുമില്ല. അങ്ങനെ നമ്മൾ ഓരോ എലമെന്റ് കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് ട്രാൻസിറ്റിവിറ്റിക്ക് ഒരു പ്രശ്നവും വരുന്നില്ല. സംഗതി എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. സോ റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് സിമെട്രിക് എന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരിക? റിഫ്ലെക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക. ഇതേപോലെ നിങ്ങൾക്ക് പല റിലേഷൻസ് റോസ്റ്റർ ഫോമിൽ തരാം. അത് നിങ്ങൾ വെരിഫൈ ചെയ്ത് ചെക്ക് ചെയ്തിട്ട് വെരിഫൈ ചെയ്യണം റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന കാര്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻ ഓൺ എ ഈക്വൽ ടു 1 2 3 ഇസ് എൻ ഇക്വലൻസ് റിലേഷൻ? നമുക്ക് 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഇക്വലൻസ് റിലേഷൻ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ആദ്യം തന്നിട്ടുള്ളത് 1 1 2 2 3 3 എന്ന് പറയുന്ന റിലേഷൻ ആണ്. എടാ ഏറ്റവും സിമ്പിൾ ആയിട്ട്, ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇക്വലൻസ് റിലേഷൻ ആണ് ഈ 1 1 2 2 3 3 എന്ന് പറയുന്നത് ഓൺ ദി സെറ്റ് 1 2 3. 1 2 3 ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത് 1 1 2 2 3 3 ആണ്. അത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അടുത്ത കേസ് നോക്കുമ്പോൾ 1 1 1 2 2 2 3 3 റിഫ്ലെക്സീവ് ആണ്, കാരണം 1 1 2 2 3 3 ഉണ്ട്. പക്ഷേ 1 2 ഉണ്ടായിട്ടും ആരില്ല? നമ്മുടെ 2 1 ഇല്ല. therefore
നോട്ട് സിമെട്രിക് എന്ന് പറയാം. സിമെട്രി ഇല്ലെങ്കിൽ പിന്നെ ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം ഇക്വലൻസ് ആവണമെങ്കിൽ എന്തായാലും 3 കാര്യങ്ങളും കറക്റ്റ് ആവണം. റിഫ്ലെക്സീവ് ആവണം, സിമെട്രിക് ആവണം, ട്രാൻസിറ്റീവ് ആവണം. ഇവിടെ സിമെട്രിക് അല്ല, therefore നോട്ട് ഇക്വലൻസ് റിലേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തത് 1 1 3 3. പിന്നെ 1 3 ഉണ്ട്, 3 1 ഉണ്ട്, പക്ഷെ ആരില്ല, 2 2 എന്ന് പറയുന്ന എലമെന്റ് നമ്മുടെ റിലേഷനിലില്ല. therefore നോട്ട് റിഫ്ലെക്സീവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പറഞ്ഞ പോലെ തന്നെ റിഫ്ലെക്സീവ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എൻ ഇക്വലൻസ് റിലേഷൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ ഇക്വലൻസ് റിലേഷൻ എന്ന് പറയാൻ പറ്റും. ഇനി നിങ്ങളോട് 1 2 3 എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ട്, അല്ലെങ്കിൽ 1 2 3 4 എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ട് അതിൽ നിന്നൊരു ഇക്വലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ 1 1 2 2 3 3 എന്ന് എഴുതി വെച്ചാൽ മതി. അല്ലെങ്കിൽ 4 വരെയുള്ള സെറ്റ് ആണെങ്കിൽ 1 1 2 2 3 3 4 4, അല്ലെങ്കിൽ AABBCC ആ രീതിയിൽ എഴുതി വെച്ചാൽ അതാണ് ഏറ്റവും സേഫ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റനിലേക്ക് കടക്കല്ലേ. Yeah. Check whether the relation R in the set A equal to 1, 2, 3 up to 14 defined as R is equal to xy such that 3x minus y is equal to 0 is reflexive, symmetric or transitive. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള റിലേഷൻ സെറ്റ് ബിൽഡർ ഫോമിലാണ് 3x minus y equal to 0. അതിന് നമുക്ക് നമ്മുടെ പ്രോപ്പർ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റാം. അപ്പോൾ എന്താണ് റിലേഷൻ്റെ പ്രത്യേകത? R എന്ന് പറയുന്നത് 3x minus y is equal to 0 ആയിട്ടുള്ള xy കളാണ്. 3x minus y is equal to 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 3x is equal to y എന്ന് പറയാൻ പറ്റും. അതായത് എന്താണോ x അതിൻ്റെ ട്രിപ്പിൾ ആണ് y വരിക. അങ്ങനെയാണെങ്കിൽ എനിക്ക് x എടുക്കാൻ ഇവിടെ a എന്ന് പറയുന്ന സെറ്റ് 1 2 3 up to 14 ആണ്. ഞാൻ ആദ്യം x ആയിട്ട് എന്തെടുക്കുകയാണ്? 1 എന്ന് പറയുന്ന എലമെന്റ് കൺസിഡർ ചെയ്യാണ്. സോ x 1 ആണെങ്കിൽ y എന്തായിരിക്കും? 3x അല്ലേ y? അപ്പോൾ 3 × 1 3 ആയിരിക്കും y. അടുത്തത് x 2 ആണെങ്കിൽ 3 × 2 6 ആയിരിക്കും y ആയിട്ട് വരിക. x 3 ആകുമ്പോൾ 3 × 3 9 വരും. ആൻഡ് x 4 ആകുമ്പോഴോ 4 × 3 അല്ലെങ്കിൽ 3 × 4 12 എന്ന് വരും. ആൻഡ് ദെൻ x 5 ആയിട്ട് ഞാൻ എടുക്കുമ്പോൾ 3 × 5 15 ആണ് എൻ്റെ y ആയിട്ട് വരിക. പക്ഷേ നമ്മുടെ സെറ്റിൽ 14 വരെയുള്ള എലമെന്റ്സേ ഉള്ളൂ. അപ്പോൾ പിന്നെ 15 ആയിട്ട് നമുക്ക് സെക്കൻഡ് എലമെന്റ് വരാൻ പാടില്ല. therefore നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ റിലേഷൻ 1 3 2 6 3 9 4 12. ഇതാണ് നമ്മുടെ റിലേഷൻ. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ എന്നൊക്കെയാണ്. ഡിഫൈൻ ചെയ്യുന്ന സെറ്റ് ഏതാടാ? എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 up to 14 ആണ്. റൈറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ എന്നാണ്. ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റും റിഫ്ലെക്സീവ് ആവണമെങ്കിൽ 1 1 2 2 3 3 up to 14 വരെയുള്ള എലമെന്റ്സ് വേണം. കാരണം എയിലുള്ള എല്ലാ എലമെന്റ്സും അതിനോട് തന്നെ റിലേറ്റഡ് ആവണം. പക്ഷേ ഇവിടെ 1 1 ഇല്ല, 2 2 ഇല്ല, 3 3 ഇല്ല, ആരും ഇല്ല. therefore it is not reflexive എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ആരെങ്കിലും ഒരാൾ തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 1 1 2 2 etc. up to 14 does not belong to R. therefore not reflexive. ഒരൊറ്റയാൾ ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ അത് റിഫ്ലെക്സീവ് ആണ്. ഈ കേസിൽ ആരും ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? റിഫ്ലെക്സീവ് അല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. അടുത്തത് സിമെട്രി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. 1 3 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്, തിരിച്ച് 3 1 കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? 1 3 belong to the relation but 3 1 തിരിച്ച് 3 1 എന്ന് പറയുന്ന എലമെന്റ് ഇല്ല അല്ലേ? 3 1 does not belong to the relation. therefore not symmetric എന്ന് നമുക്ക് പറയാം. ഇനി റിഫ്ലെക്സിവിറ്റിയും സിമെട്രിയും കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യണം. ഇവിടെ ABBC എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടോ, എന്നിട്ട് AC ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ആദ്യം 1 3 എന്ന് പറയുന്ന എലമെന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എലമെന്റ് ഉണ്ടോ എന്നാണ്. അപ്പോൾ ഇവിടെ 1 3 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്, 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 9 കാണാൻ പറ്റുന്നുണ്ട്. 1 3 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 9. ABBC എന്ന് പറയുന്ന പോലെ 1 3 3 9. പക്ഷെ ആരുകൂടി വേണം? 1 9 കൂടി വേണം. അയാൾ ഇവിടെ ഉണ്ടോടാ? ഇല്ല. 1 9 എന്ന് പറയുന്ന എലമെന്റ് നമുക്ക് ഇവിടെ ഇല്ല. therefore it is not transitive എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്താ നമ്മുടെ റീസൺ? 1 3 belong to R and 3 9 അല്ലേ? 1 3 and 3 9 belong to R but ആരില്ല? but 1 9 does not belong to R. therefore the relation is not transitive എന്ന് നമുക്ക് പറയാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ തന്നിട്ടുള്ള റിലേഷൻ റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. അത് നമ്മളിങ്ങനെ എക്സാമ്പിൾസ് വെച്ച് തെറ്റിച്ച് കാണിച്ചു കൊടുത്തു. റൈറ്റ്. അടുത്തത് R is equal to xy such that xy belong to z, x minus y is an integer, show that R is an equivalence relation. എഗെയിൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു റിലേഷൻ നമ്മുടെ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ടുണ്ട്. R എന്ന് പറയുന്നത് ഒരു ഇക്വലൻസ് റിലേഷൻ ആണ് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഇവിടെ നമുക്ക് xy എന്ന് പറയുന്നത് ഇൻറ്റീജേഴ്സ് ആണ്, ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഓരോ എലമെന്റ് പിക്ക് ചെയ്തിട്ടല്ല ഈ പറയുന്ന സംഗതി പ്രൂവ് ചെയ്യുക. മറിച്ച് ജനറൽ ആയിട്ട് തന്നെയാണ് നമ്മൾ റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ആദ്യം സിമെട്രിക് റിഫ്ലെക്സീവ് ആയിരിക്കുമോ? എടാ എക്സും വൈയും XY എന്ന് പറയുന്ന ഒരു പെയർ ഉണ്ടാവണമെങ്കിൽ x മൈനസ് വൈ ഒരു ഇൻറ്റീജർ ആവണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് ഫോർ x ബിലോങ് ടു R. നമ്മൾ x എന്ന് പറയുന്ന ഒരു എലമെന്റ് ആറിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ x മൈനസ് എക്സ് എന്തായിരിക്കും? x മൈനസ് വൈ ഇൻറ്റീജർ ആണെന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. x എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ x മൈനസ് എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. 0 എന്താണ്? ഇറ്റ് ഈസ് എൻ ഇൻറ്റീജർ. 0 ഇൻറ്റീജർ ആണ് അല്ലേ?
സോ ഇവിടെ ആക്ച്വലി എക്സ് എക്സ് എന്ന് പറയുന്ന എലമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എക്സ് മൈനസ് എക്സ് 0 ആണ്, ഇറ്റ് ഈസ് എൻ ഇന്റിജർ. ശരിക്കും അങ്ങനെ ഒരു എലമെന്റ് ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല, പക്ഷേ ഇപ്പൊ നമുക്ക് മനസ്സിലായത് അങ്ങനെ ഒരു എലമെന്റ് ഉണ്ടാവും. കാരണം എക്സ് എക്സ് അല്ലെങ്കിൽ 1 1 2 2 3 3 അങ്ങനെയുള്ള എലമെന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് എക്സ് മൈനസ് എക്സ് 0 ആണ് ആൻഡ് ഇറ്റ് ഈസ് എൻ ഇന്റിജർ. അപ്പോൾ ഫോർ എക്സ് എക്സ് ബിലോങ് ടു ആർ എന്ന് നമുക്ക് പറയണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഫോർ എനി എക്സ് ബിലോങ് ടു സെഡ് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യാം. ഏതൊരു ഇന്റിജർ എക്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലും എക്സ് മൈനസ് എക്സ് 0 ആണ്, ഇറ്റ് ഈസ് എൻ ഇന്റിജർ. ദർഫോർ നമുക്ക് എന്ത് പറയാം, എക്സ് എക്സ് എന്ന് പറയുന്ന എലമെന്റ് നമ്മുടെ റിലേഷനിലുണ്ട്, കാരണം റൂൾ ഒബേ ചെയ്തിട്ടുണ്ട്. എക്സ് എക്സ് ബിലോങ് ടു ആർ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദർഫോർ റിലേഷൻ ഇസ് റിഫ്ലെക്സീവ്. അപ്പോൾ നമുക്ക് ഏതൊരു എലമെന്റും അതിനോട് തന്നെ റിലേറ്റഡ് ആണ്, ദർഫോർ റിഫ്ലെക്സീവ് ആണ് എന്ന് പറയാൻ പറ്റും. അടുത്ത നമ്മൾ സിമെട്രി ചെക്ക് ചെയ്യാൻ പോവാണ്. സിമെട്രിയുടെ കേസ് നമുക്കറിയാം എ ബി ഉണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന എലമെന്റ് വേണം അല്ലേ. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫോർ എ ബി ബിലോങ് ടു ആർ. എ ബി എന്ന് പറയുന്ന എലമെന്റ് നമ്മുടെ റിലേഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എ മൈനസ് ബി എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ആണ്, എ മൈനസ് ബി ബിലോങ് ടു സെഡ് ആണ് എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇല്ലടാ, എ മൈനസ് ബി ഒരു ഇന്റിജർ ആണെങ്കിൽ ഒബ്വിയസ്ലി ബി മൈനസ് എയും എന്തായിരിക്കും, ഇന്റിജർ ആയിരിക്കും. 5 മൈനസ് 3 ഇന്റിജർ ആണെങ്കിൽ തിരിച്ച് 3 മൈനസ് 5 ചെയ്താൽ അതിന്റെ നെഗറ്റീവ് ആയിരിക്കും. സോ അതും ഒരു ഇന്റിജർ ആയിരിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, എ മൈനസ് ബി ഇന്റിജർ ആണെങ്കിൽ തിരിച്ച് ബി മൈനസ് എയും ഉറപ്പായിട്ടും ഇന്റിജർ ആയിരിക്കും. സോ ബി മൈനസ് എ ബിലോങ് ടു സെഡ്. ബി മൈനസ് എ ബിലോങ് ടു സെഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബി എന്ന് പറയുന്ന എലമെന്റ് നമ്മുടെ റിലേഷനിലുണ്ട്, കാരണം റിലേഷന്റെ കണ്ടീഷൻ ആണ് ബി മൈനസ് എ ബിലോങ് ടു സെഡ് ആണ്. അപ്പോൾ ബി എ ബിലോങ് ടു ആർ ആണ്. എ ബി ബിലോങ് ടു ആർ ആണ്, നമുക്ക് കിട്ടിയത് ബി എയും ബിലോങ് ടു ആർ ആണെന്നാണ്. ദർഫോർ റിലേഷൻ എന്താണ്, സിമെട്രിക് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ ട്രാൻസിറ്റിവിറ്റിയിലേക്ക് കിടക്കുകയാണ്. ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം രണ്ട് പെയർ ഓഫ് എലമെന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. എ ബിയും ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബി സിയും നമ്മൾ എടുക്കണം അല്ലേ. സോ ഫോർ എ ബി ബിലോങ് ടു ആർ ആൻഡ് ബി സി ബിലോങ് ടു ആർ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം, എ ബി ആൻഡ് ബി സി ഉണ്ടെങ്കിൽ എ സി ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ എ ബി നമ്മുടെ റിലേഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എ മൈനസ് ബി ഇസ് എൻ ഇന്റിജർ. അതുപോലെ ബി സി ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ബി മൈനസ് സി ഇസ് എൻ ഇന്റിജർ. എ മൈനസ് ബിയും ബി മൈനസ് സിയും ഇന്റിജേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവരുടെ സം ഒരു ഇന്റിജർ ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ. എടാ, രണ്ട് ഇന്റിജേഴ്സിന്റെ സം മറ്റൊരു ഇന്റിജർ ആയിരിക്കും എടാ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, എ മൈനസ് ബിയും ബി മൈനസ് സിയും ഇന്റിജേഴ്സ് ആയതുകൊണ്ട് തന്നെ എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി എന്ന് പറയുന്നതും ഒരു ഇന്റിജർ ആയിരിക്കും. എന്താ ഈ ഒരു സം എന്ന് പറയുന്നത്, ബിയും മൈനസ് ബിയും ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് എ മൈനസ് സി എന്നാണ് കിട്ടുക. സോ എ മൈനസ് സി ബിലോങ് ടു സി. എ മൈനസ് സി ബിലോങ് ടു സെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എ സി എന്ന് പറയുന്ന എലമെന്റ് നമ്മുടെ റിലേഷനിലുണ്ട്. സോ എ ബിയും ബി സിയും ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിപ്പോൾ എവിടെയാണ് എത്തിയത്, എ സി ബിലോങ് ടു ആർ എന്നുള്ള സ്റ്റേറ്റ്മെന്റിലാണ് എത്തിയത്, വിച്ച് മീൻസ് ദ റിലേഷൻ ഇസ് ട്രാൻസിറ്റീവ്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു ദ ഗിവൻ റിലേഷൻ ഇസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ദർഫോർ ആർ ഇസ് എൻ ഇക്വലൻസ് റിലേഷൻ. അപ്പോൾ ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. റൈറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ വെരിഫൈ ചെയ്യുക, ചെക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ജനറലായിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി എലമെന്റ്സ് വെച്ച് നമുക്ക് തെറ്റാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. അടുത്തത് 1 1 on 2 റിലേറ്റഡ്, അതായത് നമ്മുടെ ടൈപ്സ് ഓഫ് റിലേഷൻസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദി സെറ്റ് A equal to 1 2 3 4 5 and B equal to 1 4 9 16 25 and a function f from A to B defined by f of 1 is equal to 1, f of 2 4, f of 3 9, f of 4 16, f of 5 is equal to 25. Show that f is 1 1, show that f is on 2, does f inverse exist, explain. നമുക്ക് ആദ്യം ഇതിനെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആരോ ഡയഗ്രാം വരച്ചാലോ. ഓക്കെ, യെസ്. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് പിക്ചറിലൂടെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 2 3 4 5 ആണ്. ഇതാണ് എൻ്റെ എ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ബി. ബിയിലുള്ള എലമെന്റ്സ് 1 4 9 16 25 ആണ്. നമ്മുടെ മാപ്പിംഗ് എങ്ങനെയാണ് വരുന്നത് നോക്കിക്കേ. എഫ് ഓഫ് 1 1 ആണെന്ന് പറഞ്ഞാൽ 1 1ലേക്കാണ് മാപ്പ് ചെയ്യപ്പെടുന്നത്. അപ്പം ഞാൻ 1ൽ നിന്ന് 1ലേക്ക് ഒരു ആരോ കൊടുത്തു. അടുത്തത് എഫ് ഓഫ് 2 4 എന്നല്ലേ പറഞ്ഞത്, അതായത് 2 4ലേക്കാണ് മാപ്പ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ 2ൽ നിന്ന് 4ലേക്ക് ഒരു ആരോ കൊടുത്തു. 3 9ലോട്ടാണ് മാപ്പ് ചെയ്യേണ്ടത്. 3 to 9 ആരോ കൊടുത്തു. 4 16ലോട്ടാണ് ആൻഡ് 5 25ലോട്ടാണ്. അങ്ങനെ ഞാൻ ആരോസ് കറക്റ്റായിട്ട് കൊടുത്തു. ഇനി എനിക്ക് മനസ്സിലാവുന്നത് 1 1 ആണോ എന്ന് ചോദിച്ചാൽ ഡിഫറെന്റ് എലമെന്റ്സിന് ഡിഫറെന്റ് ഇമേജസ് ഉണ്ട് അല്ലേ. നോക്കിക്കേ, 1 2 3 4 5 ഡിഫറെന്റ് എലമെന്റ്സ് ആണ്. ഇവർക്കൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ട്. ഏതെങ്കിലും രണ്ടുപേർക്ക് സെയിം ഇമേജ് വരുന്നുണ്ടോ? ഇല്ല. ഡിഫറെന്റ് എലമെന്റ്സിന് ഡിഫറെന്റ് ഇമേജസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? ഡിഫറെന്റ് എലമെന്റ്സ് ഹാവ് ഡിഫറെന്റ് ഇമേജസ്. Therefore, f is 1 1. റൈറ്റ്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് കൺക്ലൂഷൻ. സംഗതി 1 1 ആണ്. ഇനി ഓൺ 2 ആണോ? എടാ, ഓൺ 2 ആണോ നമ്മൾ എങ്ങനെയാ ചെയ്യുക, ചെക്ക് ചെയ്യുക?
സെക്കൻഡ് സെറ്റിൽ എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇവിടെ സെക്കൻഡ് സെറ്റ് കണ്ടാൽ നമുക്കറിയാം 1, 4, 9, 16, 25 ഇതാണ് നമ്മുടെ ബി എന്ന് പറയുന്ന സെറ്റ്. ഇവിടെ എല്ലാവർക്കും പ്രീ ഇമേജ് വരുന്നുണ്ട്, കാരണം എല്ലാവരിലേക്കും മാപ്പിംഗ് പോകുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും പറയാം റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നതും നമ്മുടെ സെക്കൻഡ് സെറ്റും കംപ്ലീറ്റ്ലി സെയിം ആണ്. റേഞ്ച് ഇവിടെ എന്താണ് മാപ്പ് ചെയ്യപ്പെടുന്നത് 1, 4, 9, 16, 25 ആണ്. സോ റേഞ്ച് എന്താണ് 1, 4. ബി ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം റേഞ്ച് എന്ന് പറയുന്നത് റേഞ്ച് ഇസ് ഈക്വൽ ടു 1, 4, 9, 16, 25 ആണ്. ആൻഡ് അത് തന്നെയാണ് നമ്മുടെ സെക്കൻഡ് സെറ്റ് ബി എന്ന് പറയുന്നത്. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു കോഡൊമൈൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ വി കൻ സേ ദാറ്റ് ദിസ് ഈസ് എൻ ഓൺ ടു റിലേഷൻ. സോ സംഗതി എന്താണ് എഫ് എന്ന് പറയുന്നത് ഓൺ ടു ഫംഗ്ഷൻ ആണ് നമുക്ക് പറയാൻ പറ്റും അല്ലേ. therefore f is on to. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു is f inverse exist. f inverse exist ചെയ്യുന്നുണ്ടോ? does f inverse exist? obviously exist ചെയ്യും, കാരണം f എന്ന് പറയുന്ന ഫംഗ്ഷൻ 1, 1 ആണ്, on 2 ആണ്. സോ നമുക്ക് പറയാൻ പറ്റും f is 1, 1 and on 2. therefore f inverse exist, കാരണം f ഇൻവെർട്ടിബിൾ ആയിരിക്കും. f ഇൻവെർട്ടിബിൾ ആകുമ്പോഴാണല്ലോ f inverse exist ചെയ്യുക. 1, 1 on 2 ആണെങ്കിൽ f ഇൻവെർട്ടിബിൾ ആയിരിക്കും. therefore f inverse exist എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇത്രയാണ് നമുക്ക് നമ്മുടെ ഫംഗ്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇങ്ങനെ ഡയറക്റ്റ്ലി നമുക്ക് എലമെന്റ്സ് തന്നാൽ ആരോ ഡയഗ്രം വെച്ചാൽ കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് എലമെന്റ്സ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ നന്നായിട്ട് എഴുതി വെക്കുക. സോ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി. അടുത്ത ക്വസ്റ്റനിലേക്ക് കിടക്കാം. Let f from R to R defined by f of x is equal to 1 plus x square. Find f of 2 and f of minus 2. Is f 1, 1? Why? Show that f is on 2. ആദ്യത്തെ പരിപാടി ചെയ്യാം. ഫൈൻഡ് എഫ് ഓഫ് 2 ആൻഡ് എഫ് ഓഫ് മൈനസ് 2. എളുപ്പമുള്ള ഒരു ക്വസ്റ്റൻ ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ എഫ് ഓഫ് മൈനസ് 2 കാണുക. എഫ് ഓഫ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എക്സിന് വരെ മൈനസ് 2 കൊടുത്താൽ 1 പ്ലസ് മൈനസ് 2 സ്ക്വയർ എന്ന് വരും. മൈനസ് 2 സ്ക്വയർ 4 ആയതുകൊണ്ട് തന്നെ ദിസ് ഇസ് 1 പ്ലസ് 4 ദാറ്റ് ഇസ് ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് എഫ് ഓഫ് മൈനസ് 2 കിട്ടി. ഇനി അടുത്തത് എഫ് ഓഫ് 2 കാണണം. എങ്ങനെയാണ് കാണുക? 1 പ്ലസ് എക്സിന് പകരം 2 കൊടുക്കുക. സോ 1 പ്ലസ് 2 സ്ക്വയർ എഗെയിൻ 1 പ്ലസ് 4 ആണ്, ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു 5. എഫ് ഓഫ് മൈനസ് 2 എഫ് ഓഫ് 2 നമ്മൾ കണ്ടു, രണ്ടും 5 ആണ് നമുക്ക് മനസ്സിലായി. അപ്പം തന്നെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസറും കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എഫ് 1, 1 ആണോ എന്നാണ്. ഇവിടെ നമുക്ക് മൈനസ് 2 ആൻഡ് 2 ഹാവ് സെയിം ഇമേജ്. മൈനസ് 2ൻ്റെയും 2ൻ്റെയും ഇമേജ് എന്താണ് സെയിം ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും ഡിഫറെൻറ്റ് എലമെന്റ്സിന് സെയിം ഇമേജ് ഉണ്ട്. therefore f is not 1, 1 എന്ന് പറയാൻ പറ്റും. so minus 2 and 2 have same image. so therefore different elements have same image. therefore f is not 1, 1. ഓക്കെ. സോ ഡിഫറെൻറ്റ് എലമെന്റ്സിന് സെയിം ഇമേജ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും എഫ് ഇസ് നോട്ട് 1, 1 എന്ന് പറയാൻ പറ്റും. അടുത്തത് ഷോ ദാറ്റ് എഫ് ഇസ് നോട്ട് ഓൺ 2 എന്നാണ്. അപ്പോൾ ആൻസർ ഒക്കെ ഇതിൽ തന്നെ ഹൈഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഓൺ 2 അല്ല എന്ന് നമ്മളോട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. എങ്ങനെയാണ് നമ്മൾ ഓൺ 2 അല്ല എന്ന് കാണിച്ചു കൊടുക്കുക? നമുക്ക് ഒരു എലമെന്റിന് ഒരു പെർട്ടിക്കുലർ എലമെന്റിന് പ്രീ ഇമേജ് ഇല്ല എന്ന് കാണിച്ചാൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. നമ്മുടെ പൊതുവെ ഓൺ 2 ആണെന്ന് നമ്മൾ കാണിക്കാൻ അല്ലെങ്കിൽ ഓൺ 2 അല്ല എന്ന് കാണിക്കാനൊക്കെ നമ്മൾ എടുക്കുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തന്ന ഫംഗ്ഷൻ ഇല്ലടാ, അതിന് നമ്മൾ y ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതും. സോ ഞാൻ ഈ ഫംഗ്ഷനെ y ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എഴുതുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ എന്തായിരിക്കും? എക്സ് സ്ക്വയർ എനിക്ക് y മൈനസ് 1 എന്ന് എഴുതാൻ പറ്റും. ഞാൻ ചെയ്യുന്നത് y ഈക്വൽ ടു എന്ന് പറഞ്ഞ് എക്സിന്റെ ടേമിലുള്ള ഫംഗ്ഷനെ തിരിച്ച് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് വൈയുടെ ടേമിലേക്ക് മാറ്റാൻ വേണ്ടി ട്രൈ ചെയ്യണം. സോ ഇവിടെ എക്സ് സ്ക്വയർ ഈക്വൽ ടു y മൈനസ് 1 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? റൂട്ട് ഓഫ് y മൈനസ് 1 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ എക്സിന് വൈയുടെ ടേമിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? R to R ആണ് അല്ലേ. സോ എഫ് എന്ന് പറയുന്നത് ആറിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അവിടെ ഇവിടെ നമ്മുടെ ഈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് y മൈനസ് 1 വരെ നമ്മൾ എത്തിച്ചു അല്ലേ. വൈക്ക് ഞാനൊരു 0 എന്ന് കൊടുക്കുകയാണ് എന്ന് വിചാരിക്കാം. y ഞാൻ 0 എന്ന് കൊടുത്താൽ 0 ഒരു റിയൽ നമ്പർ ആണ്. എനിക്ക് y ആയിട്ട് ഏത് റിയൽ നമ്പറും കൊടുക്കാം, കാരണം R to R ആണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. 0 ഇസ് എ റിയൽ നമ്പർ. ഇപ്പം ഞാൻ 0 എന്ന് പറയുന്ന ഒരു എലമെന്റ് നോക്കുകയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? റൂട്ട് ഓഫ് 0 മൈനസ് 1 എന്ന് വരും. എന്ന് വെച്ചാൽ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് 1 എന്ന് വരും. റൂട്ട് ഓഫ് മൈനസ് 1 എന്താടാ? I ആണ് അല്ലേ. ഇറ്റ് ഇസ് എ കോംപ്ലക്സ് നമ്പർ, ഇറ്റ് ഇസ് നോട്ട് എ റിയൽ നമ്പർ. സോ ദിസ് ഡസ് നോട്ട് ബിലോങ് ടു ദ സെറ്റ് R. റിയൽ നമ്പേഴ്സിന്റെ സെറ്റിലുള്ള ഒരാളല്ല എക്സ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന ഫംഗ്ഷനിൽ ഞാൻ 0 എന്ന് പറയുന്ന ഒരു എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു എന്ത് നോക്കുമ്പോൾ പ്രീ ഇമേജ് നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല. 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു കോംപ്ലക്സ് നമ്പർ ആണ് കിട്ടുന്നത്, ഒരു റിയൽ നമ്പർ കിട്ടുന്നില്ല. therefore 0ക്ക് ഇവിടെ എന്തില്ല? പ്രീ ഇമേജ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, 1 പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് എനിക്ക് എഴുതാൻ പറ്റുമോ? 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന രീതിക്ക് എനിക്ക് ഇമേജ് 0 ആയിട്ട് ഒരു എലമെന്റ് കിട്ടുമോ? അല്ലെങ്കിൽ എപ്പോഴെങ്കിലും 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ 0 എന്ന് പറയുന്ന വാല്യൂ എടുക്കുമോ? ഒരിക്കലും ഇല്ല.
കാരണം എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ 0 അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂസ് ആണ് എടുക്കുക. സോ എക്സ് സ്ക്വയർ ഏറ്റവും മിനിമം 0 ആവത്തുള്ളൂ. 1 + 0 എന്ന് കൊടുത്താൽ തന്നെ അവിടെ 1 ആയി. 0 എന്ന് പറയുന്ന ഒരു എലമെന്റ് അവിടെ ഇമേജ് ആയിട്ട് ഒരിക്കലും വരില്ല. therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? 0 ഹാസ് നോ പ്രീ ഇമേജ് എന്ന് പറയാൻ പറ്റും. 0 ഹാസ് നോ പ്രീ ഇമേജ്. therefore f is not onto എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ എക്സിന്റെ ടേമിലേക്കൊക്കെ മാറ്റാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഫൈൻഡ് ചെയ്താൽ മതി. 1 + x² എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം റേഞ്ച് മനസ്സിലാവും. റേഞ്ച് എന്താണ് വരിക? 1നേക്കാളും വലിയ നമ്പേഴ്സ് ആണ് വരിക. കാരണം x² ആയിട്ട് നമ്മൾ എക്സിന് വരെ ഏത് റിയൽ നമ്പർ കൊടുത്താലും x² എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. സോ 1ന്റെ മുകളിലുള്ള വാല്യൂസ് ആയിരിക്കും എന്തായാലും നമുക്ക് എന്തായിട്ട് വരിക? നമ്മുടെ റേഞ്ച് ആയിട്ട് വരിക. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് നമ്പേഴ്സ് ഒന്നും നമുക്ക് y വാല്യൂ ആയിട്ട് കിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ 0ക്ക് മാത്രമല്ല നെഗറ്റീവ് നമ്പേഴ്സിന് ഒന്നും നമുക്ക് എന്തുണ്ടാവില്ല? പ്രീ ഇമേജ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു എലമെന്റ് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ അത് പിക്ക് ചെയ്തിട്ട് ഇന്ന ആൾക്ക് പ്രീ ഇമേജ് ഇല്ല എന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി, എഴുതി കാണിച്ചു കൊടുത്താൽ മതി. സോ ഇന്ന ആൾക്ക് പ്രീ ഇമേജ് ഇല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? f is not onto എന്ന് പറയാൻ പറ്റും. ഇവിടെ നമ്മൾ 0 ആണ് പിക്ക് ചെയ്തത്. 0 ഹാസ് നോ പ്രീ ഇമേജ് എന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത ക്വസ്റ്റനിലേക്ക് കടക്കാം. f from r to r ആണ് ഡിഫൈൻഡ് ബൈ f of x എന്താണ്? 4x + 3 ആണ്. f from r to r f of x = 4x + 3. ഷോ ദാറ്റ് f is 1 1 and onto. ആദ്യം f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ 4x + 3 ആണ്. ഈ ഫംഗ്ഷൻ 1 1 ആണെന്ന് നമ്മൾ എങ്ങനെയാണ് കാണിക്കുക? f of x1 = f of x2 ആണെങ്കിൽ x1 = x2 ആണോ നമ്മൾ ചെക്ക് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ട് f of x1 = f of x2 എന്ന് നമ്മൾ എഴുതാണ്. എന്താണ് f of x1? എടാ f of x ൽ x ന് പകരം x1 കൊടുത്താൽ മതി അല്ലേ? സോ ഇവിടെ 4x1 + 3 = 4x2 + 3 എന്ന് വരും. 3യും 3യും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അടുത്ത സ്റ്റെപ്പിൽ 4x1 = 4x2 എന്ന് വരും. അഗൈൻ 4ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ വിൽ ഗെറ്റ് x1 = x2. So f of x1 = f of x2 implies x1 = x2 എന്നതിലേക്ക് നമ്മൾ എത്തി. therefore സംഗതി എന്താണ്? 1 1 ആണ്. f is 1 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ ഓൺ ടു ചെക്ക് ചെയ്യാൻ പോവാണ്. അഗൈൻ എങ്ങനെയാണ് ഫംഗ്ഷൻ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാം? ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഫംഗ്ഷനെ y = എന്ന് പറഞ്ഞ് എഴുതുക. സോ ഇവിടെ y = 4x + 3 ആണ്. അങ്ങനെയാണെങ്കിൽ x എന്തായിരിക്കും? നമുക്ക് നോക്കാം. 4x = y - 3 എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? 3യെ നമ്മൾ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാണ്. x അല്ലാത്തവരൊക്കെ നമ്മൾ ഒരു സൈഡിലേക്ക് കൊണ്ടുപോവാണ്. നമുക്ക് x = എന്ന് പറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ 4x = y - 3 ആണ്. x എന്തായിരിക്കും? y - 3/4 ആണ്. ഈ ഒരു ഫോമാറ്റിൽ എത്തിക്കഴിഞ്ഞാൽ x = എന്ന് പറഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ്. അപ്പോൾ നമ്മൾ f എന്ന് പറയുന്നത് r to r ആണ്. f r to r ആണെങ്കിൽ സെക്കൻഡ് സെറ്റിലുള്ള എല്ലാവർക്കും പ്രീ ഇമേജ് വേണം. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ y ആയിട്ട് ഏത് റിയൽ നമ്പർ കൊടുത്താലും എനിക്ക് x ആയിട്ട് ഒരു റിയൽ നമ്പർ കിട്ടണം. കാരണം എൻ്റെ ഫസ്റ്റ് സെറ്റും റിയൽ നമ്പറിന്റെ സെറ്റാണ്. എന്താ ഞാൻ പറഞ്ഞേ? y ആയിട്ട് ഞാൻ ഏത് റിയൽ നമ്പർ കൊടുത്താലും x ആയിട്ടും എനിക്ക് റിയൽ നമ്പർ കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൺ ടു. എടാ ഇവിടെ ഞാൻ y ആയിട്ട് 1 കൊടുക്കുകയാണ്. 1 - 3/4 -2/4 എന്ന് കിട്ടും. -0.5 എന്തായിക്കോട്ടെ, ഇറ്റ് ഈസ് എ റിയൽ നമ്പർ. y ആയിട്ട് ഞാൻ 0 കൊടുത്താലോ? 0 - 3/4 എന്ന് വെച്ചാൽ -3/4 ഇറ്റ് ഈസ് ഓൾസോ റിയൽ നമ്പർ. y ആയിട്ട് ഞാൻ 10 കൊടുത്താലും 20 കൊടുത്താലും ഹാഫ് കൊടുത്താലും ഒക്കെ എനിക്ക് x ആയിട്ട് മറ്റൊരു റിയൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ഏത് എലമെന്റ് കൊടുക്കുമ്പോൾ എനിക്കൊരു പ്രശ്നം വരുന്നില്ല. ഇന്ന ആളെ കൊടുക്കുമ്പോൾ x കിട്ടുന്നില്ല, ആ ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല. therefore എനിക്ക് എന്ത് പറയാൻ പറ്റും? for any y belong to r, for any y belong to r there exists x belong to r. ഞാൻ ഏത് y സെക്കൻഡ് സെറ്റിൽ നിന്ന് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? x belong to r കിട്ടുന്നുണ്ട്. such that f of x എന്താണ്? y ആണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എഴുതുക കേട്ടോ. ഏത് y എടുക്കുകയാണെങ്കിലും അതിന് കറസ്പോണ്ടിങ് നിങ്ങൾ അങ്ങനെ എഴുതിയാൽ മതി. ഏത് y റിയൽ നമ്പേഴ്സിൽ നിന്ന് എടുക്കുകയാണെങ്കിലും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രീ ഇമേജ് ഉണ്ട് എന്ന് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. കുറച്ചുകൂടി അടിപൊളിയായിട്ട് നമുക്ക് എന്ത് പറയാം? for any y belong to r there exists x belong to r such that f of x is equal to y. therefore f is on to എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സംഗതി എന്താണ്? 1 1 ആണ്, ഓൺ ടു ആണ്. ഈ ക്വസ്റ്റ്യനിൽ ഇനി നിങ്ങൾക്ക് f ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒബ്വിയസ്ലി f ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റും. f is 1 1 and on to. therefore f is invertible. ഇൻവേർട്ടിബിൾ ആണെന്ന് പറഞ്ഞാൽ f ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും അല്ലേ? എന്തായിരിക്കും ഇവിടുത്തെ f ഇൻവേഴ്സ്? നോട്ട് ചെയ്ത് വെച്ചോളൂ. f ഇൻവേഴ്സ് നമ്മൾ കാണുക എങ്ങനെയാന്ന് വെച്ചാൽ ഓൺ ടു കേസിൽ നമ്മൾ എന്ത് ചെയ്തു? x is equal to y - 3/4 എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് എത്തിച്ചില്ലേ? ഈ y - 3/4ൽ yക്ക് പകരം x കൊടുത്താൽ യു വിൽ ഗെറ്റ് f ഇൻവേഴ്സ് ഓഫ് x. അപ്പോൾ എന്താ f ഇൻവേഴ്സ് ഓഫ് x എന്ന് പറയുന്നത്? y - 3/4ൽ yക്ക് പകരം x കൊടുക്കുക. സോ x - 3/4 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ f ഇൻവേഴ്സ് x എന്ന് പറയുന്നത്. എങ്ങാനും ഇനി f ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ യു ഹാവ് ടു റൈറ്റ് ലൈക്ക് ദിസ്. അപ്പോൾ വൈയുടെ ഫംഗ്ഷനെ നമ്മൾ എക്സിന്റെ ടേമിലേക്ക് മാറ്റി, അതായത് x = എന്ന് പറഞ്ഞിട്ട് വൈയുടെ ടേമിലേക്ക് മാറ്റി. ആ yക്ക് പകരം x കൊടുത്താൽ യു വിൽ ഗെറ്റ് f ഇൻവേഴ്സ് ഓഫ് x, ദാറ്റ് ഈസ് ഇൻവേഴ്സ് ഫംഗ്ഷൻ.
ഒരു ക്വസ്റ്റിനോട് ഇതേപോലെ നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ സെയിം ആണെന്ന് വിചാരിക്കും, പക്ഷേ ആൻസറിൽ ഡിഫറൻസ് ഉണ്ടാവും. നമുക്ക് നോക്കാം. എഫ് എന്ന് പറയുന്നത് ഇവിടെ എഗെയിൻ ഒരു ഫംഗ്ഷൻ ആണ്. ആൻഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നേരത്തെ ആർ ടു ആർ ആയിരുന്നു, റിയൽ നമ്പർ ടു റിയൽ നമ്പർ. ഇവിടെ എൻ ടു എൻ ആണ്, ദാറ്റ് ഇസ് നാച്ചുറൽ നമ്പേഴ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 2 3 എക്സെട്ര ആണ് അല്ലേ. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് നാച്ചുറൽ നമ്പേഴ്സിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ ഇതാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x + 1. സംഗതി 1 1 ആണോ ഓൺ ടു ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. ആദ്യം എങ്ങനെയാ 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യുക. എഫ് ഓഫ് x1 is equal to f of x2 ആണെങ്കിൽ x1 equal to x2 ആണോ എന്ന് നോക്കും. x ന് പകരം x1 കൊടുത്താൽ 2x1 + 1 is equal to 2x2 + 1 എന്ന് വരും. എന്ന് വെച്ചാൽ 2x1 is equal to 2x2 ആണ്. therefore x1 equal to x2 എന്ന് നമുക്ക് പറയാം. 2 1 ഒക്കെ ക്യാൻസൽ ആവും അല്ലേ, ലെഫ്റ്റിലും റൈറ്റിലും ഒരുപോലെ വരുമ്പോൾ. സോ f of x1 is equal to f of x2 implies x1 is equal to x2. therefore f is 1. സംഗതി 1 1 ആണ്. ഇനി ഓൺ ടു ആണോ നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക. ഓൺ ടു പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു y is equal to എന്ന് പറഞ്ഞ് ഫംഗ്ഷൻ എഴുതുക. ഇവിടെ y is equal to 2x + 1 എന്ന് പറഞ്ഞ് ഞാൻ ഫംഗ്ഷൻ എഴുതുന്നുണ്ട്. ഇനി നമുക്ക് x is equal to എന്ന് പറഞ്ഞ ഫംഗ്ഷനെ മാറ്റി എഴുതണം. അതിനുവേണ്ടി 2x is equal to y - 1 എന്ന് എഴുതാൻ പറ്റും അല്ലേ. 2x എന്ന് പറഞ്ഞാൽ 1 നമ്മൾ ലെഫ്റ്റിലോട്ട് എടുക്കുമ്പോൾ y - 1 എന്നാണ് വരിക. അപ്പോൾ x എന്തായിരിക്കും, y - 1/2 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സിനെ വൈയുടെ ടേമിലേക്ക് കിട്ടി. ഈ ഒരു സ്റ്റെപ്പ് എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നമ്മുടെ സ്റ്റെപ്പ് അപ്ലൈ ചെയ്യേണ്ടത്. അതായത് എഫ് എന്നിൽ നിന്ന് എന്നിലേക്കാണ് അല്ലേ, എഫ് ഫ്രം എൻ ടു എൻ ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത്. y ആയിട്ട് ഏത് നാച്ചുറൽ നമ്പർ കൊടുക്കുമ്പോഴും എനിക്ക് x ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ കിട്ടുന്നുണ്ടോ എന്നാണ്. നാച്ചുറൽ നമ്പർ അല്ല കിട്ടുന്നത്, അതിന്റെ പുറത്തുള്ള ഒരു എലമെന്റ് ആണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ഓൺ ടു എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം y ആയിട്ട് 1 കൊടുക്കുകയാണ്. y ആയിട്ട് 1 ആണല്ലോ എൻ്റെ ഫസ്റ്റ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു 1 പിക്ക് ചെയ്യാണ്. 1 പിക്ക് ചെയ്യുമ്പോൾ എൻ്റെ എക്സ് എന്താണ്, എക്സ് എന്ന് പറയുന്നത് 1 - 1/2 എന്ന് വെച്ചാൽ 1 - 1 0 ആണ്. സോ എക്സിന്റെ വാല്യൂ 0 ആണ്. അടുത്തത് ഞാൻ നാച്ചുറൽ നമ്പർ സെക്കൻഡ് നാച്ചുറൽ നമ്പർ 2 എടുക്കുകയാണ്. എക്സ് 2 ആകുമ്പോൾ y എന്തായിരിക്കും, സോറി y 2 ആകുമ്പോൾ എക്സ് എന്തായിരിക്കും, എക്സ് എന്ന് പറയുന്നത് 2 - 1/2 ആണ്. എന്ന് വെച്ചാൽ 1/2 ആണ്. എടാ ഈ 1/2 നാച്ചുറൽ നമ്പർ ആണോ, അല്ല, 1/2 is നോട്ട് എ നാച്ചുറൽ നമ്പർ. എന്ന് വെച്ചാൽ y is equal to 2 എന്ന് ഞാൻ എടുക്കുമ്പോൾ എനിക്ക് കറക്റ്റ് ഒരു നാച്ചുറൽ നമ്പർ എക്സ് ആയിട്ട് കിട്ടുന്നില്ല എന്നാണ്. എക്സ് ആയിട്ട് അങ്ങനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വൈക്ക് പ്രീമേജ് ഇല്ല എന്നാണ്. സോറി, വൈ ആയിട്ട് നമ്മൾ എടുത്ത 2 കേട്ടോ, 2 എന്ന് പറയുന്ന വൈക്ക് പ്രീമേജ് ഇല്ല എന്നാണ്. therefore ഇവിടെ എനിക്ക് എന്ത് പറയാൻ പറ്റും, 2 ഹാസ് നോ പ്രീ ഇമേജ് എന്ന് പറയാൻ പറ്റും. കാരണം 2 കൊടുക്കുമ്പോൾ എനിക്ക് എക്സ് ആയിട്ട് കിട്ടുന്നത് ഒരു നാച്ചുറൽ നമ്പർ അല്ല. സോ 2 ഹാസ് നോ പ്രീ ഇമേജ്, therefore നോട്ട് ഓൺ ടു എന്നാണ് നമ്മൾ പറയാം. നേരത്തെ ചെയ്ത പോലെ തന്നെയുള്ള ക്വസ്റ്റൻ ആയിരുന്നു, പക്ഷെ നേരത്തെ റിയൽ നമ്പർ ആയിരുന്നു. അപ്പം നമുക്ക് ഏത് വൈക്കും കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് കിട്ടുന്നുണ്ടായിരുന്നു. ഇവിടെ നാച്ചുറൽ നമ്പർ ആയപ്പോൾ സംഗതി മാറി. അപ്പോൾ എവിടെ നിന്ന് എവിടേക്ക് ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളത് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫംഗ്ഷൻസിന്റെ കേസിൽ എസ്പെഷ്യലി ആ ഒരു റിലേഷൻ നിങ്ങൾ എപ്പോഴും നോക്കണം, എവിടെ നിന്ന് എങ്ങോട്ടാണ് എന്നുള്ളൊരു കേസ്. ആ കേസ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഫംഗ്ഷൻ 1 1 ഉള്ള ആൾ 1 1 അല്ലാണ്ടാവാം, ഓൺ ടു ഉള്ള ആൾ ഓൺ ടു അല്ലാണ്ടാവാം. സോ അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത പ്രശ്നം നോക്കിക്കോളൂ, x/x + 2 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് എങ്ങനെ ചെയ്യാം, f of x1 is equal to f of x2 ൽ നിന്ന് x1 equal to x2ലേക്ക് എത്തിക്കാം അല്ലേ. സോ x1/x1 + 2 is equal to x2/x2 + 2 നമുക്ക് പറയാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ x1 into x2 + 2 is equal to x2 into x1 + 2 എന്ന് പറയാം. ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ x1 x2 + 2x1 is equal to x2 x1 + 2x2 എന്ന് വരും അല്ലേ. അതായത് നമ്മൾ ജസ്റ്റ് ബ്രാക്കറ്റ് ഇങ്ങനെ x1 into x2, അടുത്തത് x1 into 2. സിമിലർലി x2 into x1, x2 into 2 അതാണ് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്. x1 x2 x2 x1 രണ്ടും സെയിം ടേംസ് ആണ്, ലെഫ്റ്റിലും റൈറ്റിലും. സോ നമ്മൾ അവരെ ക്യാൻസൽ ചെയ്തു. ബാക്കി വരുന്നത് 2x1 is equal to 2x2 എന്നാണ്, which implies x1 is equal to x2. ചുരുക്കി പറഞ്ഞാൽ f of x1 equal to f of x2 ൽ നമ്മൾ തുടങ്ങി ആൻഡ് x1 equal to x2 ൽ നമ്മൾ എത്തിച്ചു. therefore f is 1 1. അങ്ങനെ നമ്മൾ സംഗതി 1 1 ആണ് എന്ന് പ്രൂവ് ചെയ്തു. അടുത്ത ക്വസ്റ്റനിലേക്ക് കടക്കാം. A function f from x to y is on to if range of f is equal to 1 മാർക്കിന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ്. f from x to y എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഓൺ ടു ആവണമെങ്കിൽ അതിന്റെ റേഞ്ച് എന്തായിരിക്കണം. എടാ ഓൺ ടു ഫംഗ്ഷന്റെ പ്രത്യേകത, ഓൺ ടു ഫംഗ്ഷന്റെ റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആയിരിക്കും. എന്താ ഈ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെറ്റ് ആണ് അല്ലേ. സോ ഹോൾ സെക്കൻഡ് സെറ്റിനെയാണ് നമ്മൾ കോഡൊമൈൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഹോൾ സെക്കൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ y ആണ്. x to y ഡിഫൈൻ ചെയ്യുമ്പോൾ സെക്കൻഡ് സെറ്റ് y അല്ലേ. therefore റേഞ്ച് ഓഫ് എഫ് എന്തായിരിക്കണം, y ആയിരിക്കണം. a to b ആണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിലോ റേഞ്ച് ഓഫ് എഫ് b ആയിരിക്കണം. അടുത്തത് 1 3 4 ൽ നിന്ന് 3 4 5ലേക്ക് f എന്ന് പറയുന്ന ഒരു റിലേഷനും 3 4 5 ൽ നിന്ന് 6 8 10ലേക്ക് g എന്ന് പറയുന്ന ഒരു റിലേഷനും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് g കോമ്പോസിഷൻ f of 3 ആണ്. എടാ ശ്രദ്ധിക്കുക, g കോമ്പോസിഷൻ f of 3 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുക, g കോമ്പോസിഷൻ f of 3. എന്താ ഈ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ, g കോമ്പോസിഷൻ f of 3 എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി g of f of 3 ആണ്. നമ്മൾ ആ
എന്ത് കളയാണ്? സർക്കിൾ കളഞ്ഞ് അവിടെ ബ്രാക്കറ്റ് കൊടുക്കുകയാണ്. സോ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് 3 ആണ്. എന്താ എഫ് ഓഫ് 3? എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ ഞാൻ എഫ് ഓഫ് 3ക്ക് പകരം 4 എന്ന് കൊടുക്കുകയാണ്. ജി ഓഫ് എഫ് ഓഫ് 3യിൽ എഫ് ഓഫ് 3 നമുക്ക് തന്നിട്ടുണ്ട് 4 ആണ്. അപ്പൊ ഞാൻ ജി ഓഫ് 4 എന്ന് കൊടുക്കുകയാണ്. ഇനി എന്താ ജി ഓഫ് 4? അതും നമുക്ക് തന്നിട്ടുണ്ട് 8 ആണ്. സോ ജി ഓഫ് 4 is equal to 8 ആണ്. വിച്ച് മീൻസ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 8 ആണ്. സോ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് ഇങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. മനസ്സിലാക്കി വെക്കുക. ഒരു ക്വസ്റ്റൻ കൂടി നമുക്ക് കോമ്പോസിഷൻ എന്ന് ചെയ്ത് ചാപ്റ്റർ അവസാനിപ്പിക്കാം. സോ നോക്കിക്കോളൂ, എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയറും ജി ഓഫ് എക്സ് എക്സ് പ്ലസ് 1 ആണെങ്കിൽ എഗെയിൻ വാട്ട് ഇസ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്നാണ്. എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് അല്ലേ? എന്ന് വെച്ചാൽ ജി ഓഫ് എഫ് ഓഫ് എക്സിന് വരെ എന്ത് കൊടുക്കുക? എക്സ് സ്ക്വയർ കൊടുക്കുക. കാരണം എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ ആണ്. ഇനി എന്താ ജി ഓഫ് എക്സ് സ്ക്വയർ? എടാ ജി ഓഫ് എക്സ് എക്സ് പ്ലസ് 1 ആണ്. അപ്പൊ ജി ഓഫ് എക്സ് സ്ക്വയർ എന്തായിരിക്കും? എക്സിന് പകരം എക്സ് സ്ക്വയർ കൊടുത്താൽ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. സോ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. ദാറ്റ് ഇസ് ഓപ്ഷൻ സി. ഇത് തന്നെയായിരിക്കും എഫ് കോമ്പോസിഷൻ ജി. നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. സോ എഫ് കോമ്പോസിഷൻ ജി ഫൈൻഡ് ചെയ്ത് അത് ജി കോമ്പോസിഷൻ സി തന്നെ ജി കോമ്പോസിഷൻ എഫ് തന്നെയാണോ അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ഫംഗ്ഷൻ ആണോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ജനറലി മനസ്സിലാക്കേണ്ട കാര്യം ജി കോമ്പോസിഷൻ എഫ് ഇസ് ഇൻ ജനറൽ ജി കോമ്പോസിഷൻ എഫ് ഇസ് നോട്ട് ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ ജി. അപ്പൊ നിങ്ങൾക്കുള്ള വർക്ക് എന്താണ്? എഫ് കോമ്പോസിഷൻ ജി ഫൈൻഡ് ചെയ്യുക, കമന്റ് ചെയ്യുക. ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. സോ ഇത്രയും ക്വസ്റ്റൻസ് ആണ് നമ്മൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. റിലേഷൻസിൽ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്, ഇക്വലൻസ് റിലേഷൻസ് ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കുക. അതേപോലെ ഏത് ഫംഗ്ഷൻ തന്നാലും 1 ആണോ ഓൺ 2 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയും പഠിക്കുക. ഇൻവേഴ്സ് കാണുന്നത് നമ്മളൊരു കേസ് പറഞ്ഞു, ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്, ബട്ട് സ്റ്റിൽ അതും പഠിച്ചു വെക്കുക. കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസിന്റെ കേസും നമ്മൾ പറഞ്ഞു. സോ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ച് എക്സാമിന് പോവുക. സോ ഇന്ന് നമുക്ക് ലൈവിലൊക്കെ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ്